ആക്സിഡന്റിൽ പെട്ടാൽ നമ്മൾ എങ്ങനെയാണ് ഒരാളെ ഹെൽപ്പിന് വിളിക്കുക? യേശുവേ യേശുവേ, അല്ലെങ്കിൽ ചേട്ടാ ചേച്ചി എന്താ കണ്ടിക്കുക? യേശുവേ. നമ്മൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ, ഒരു കാര്യം വീണ് കഴിഞ്ഞാൽ നമ്മൾ യേശുവിനെ വിളിക്കുക, അല്ലെങ്കിൽ ദൈവത്തെ വിളിക്കുക. ദൈവമേ ദൈവമേ എന്നല്ല, ദൈവമേ രക്ഷിക്കണേ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മൾ വീണിരിക്കുകയാണ്. ആരാഗ്രഹിക്കുന്നുവോ, എത്ര ദാഹത്തോടെ രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവോ അവരെല്ലാവരും വിളിക്കണം. നമ്മളെ രക്ഷിക്കാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ, രക്ഷാനാമം യേശു. ഈ നാമത്തിൽ ആര് വിളിക്കുന്നുവോ അവർ വിടുവിക്കപ്പെടും, അവർ സുഖം പ്രാപിക്കും, അവർ സമാധാനം അനുഭവിക്കും, അവർ യേശുവിന്റെ ശക്തി നിറയും, അവർ യേശുവിന്റെ സാക്ഷിയായി മാറും, അവർ പുതിയ ശിക്ഷയായി മാറും. അവരെ ഓർത്ത് ഇന്ന് സ്വർഗ്ഗം സന്തോഷിക്കും. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, നമ്മൾ ഏതാവസ്ഥയിലായിരിക്കുമോ നമ്മുടെ മുമ്പിൽ യേശുവാണ് നിൽക്കുന്നത്. അല്ലാതെ അടുത്തിരിക്കുന്ന വ്യക്തിയല്ല നമ്മളെ കാണുന്നത്, നമ്മുടെ കുടുംബത്തിലെ വ്യക്തിയല്ല കാണുന്നത്, നാട്ടുകാരല്ല കാണുന്നത്, യേശുവാണ് നമ്മെ സൃഷ്ടിച്ചത്. യേശുവിനോട് പറയുക, യേശുവേ എനിക്ക് രക്ഷപ്പെടണം, യേശുവേ എനിക്ക് രക്ഷപ്പെടണം. ഈ കുഴിയിൽ നിന്ന്, ഈ പാപച്ചേറ്റിൽ നിന്ന്, ഈ മൃതമായ അവസ്ഥയിൽ നിന്ന്, ഈ രോഗാവസ്ഥയിൽ നിന്ന്, ഈ കടബാധയിൽ നിന്ന്, ഈ ദുഃഖത്തിൽ നിന്ന് എന്റെ യേശുവേ എനിക്ക് രക്ഷപ്പെടണം. വിളിക്കുക, യേശുവേ വിളിക്കുക, യേശുവേ വിളിക്കുക. സ്വർഗ്ഗമേ, ഈ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാനായി സ്വർഗ്ഗമേ. യേശുവേ യേശുവേ യേശുവേ. വേദിയിൽ വന്നോ നിൽക്കുമേ നിമിഷവും മനസ്സിൽ വെറുപ്പും വിരോധം നിറഞ്ഞിടുകേ. സംഗീതനാകില്ല നാഗരി കാഴ്ചകളേ, സ്വീകാര്യം ആകില്ല നിന്നോട് യാഥാർത്ഥ്യം. സംഗീതനാകില്ല നാഗരി കാഴ്ചകളേ, സ്വീകാര്യം ആകില്ല നിന്നോട് യാഥാർത്ഥ്യം. ഇന്നെങ്കിലും ഇനിയെങ്കിലും സ്വന്തം വഴികൾ ത്യജിച്ചിടുവിൻ, സ്വകീയ വഴിയെ ചരിച്ചിടുവിൻ. സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലം. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുക. മകനെ മകളെ, ഈ ലോകം മുഴുവൻ നേടിയാൽ നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്ക് എന്ത് പ്രയോജനം? ഈ ലോകം മുഴുവൻ നേടിയാൽ നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്ക് എന്ത് പ്രയോജനം? സർവ്വ ദുഃഖങ്ങളും പാപഭാരങ്ങളും എന്നിലേക്ക് അർപ്പിക്കുവാൻ ഞാൻ നിന്നെ വിടിയിക്കാം, ഞാൻ നിന്നെ രക്ഷിക്കാം, ഞാൻ നിന്നെ സുഖപ്പെടുത്താം, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ഞാൻ നിന്നെ മഹത്വമാക്കി മാറ്റാം. പ്രിയപ്പെട്ട യേശു പറയുക, ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് എത്ര ശബ്ദത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ യേശു തെരഞ്ഞെടുത്ത വ്യക്തിയാണ് നമ്മൾ, യേശുവിന്റെ സാക്ഷികളാണ് നമ്മൾ. എത്ര ശബ്ദത്തിൽ യേശുവിനെ വിളിക്കാൻ സാധിക്കുന്നുവോ, സ്തുതിക്കാൻ സാധിക്കുന്നുവോ
ശബ്ദം പോലെ ഒന്ന് ചേർന്ന് എന്റെ യേശുവേ, ഞാൻ എന്നെ വിശ്വസിക്കുന്നു, ഞാൻ എന്നെ ആശ്രയിക്കുന്നു. എന്റെ യേശുവേ, അങ്ങേ കൂടാതെ എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. അങ്ങ് എന്നെ തൊട്ടിട്ടില്ലെങ്കിൽ, സുഖപ്പെട്ടില്ലെങ്കിൽ, വിളിച്ചില്ലെങ്കിൽ ഈ ഭൂമിയിൽ ആർക്കും എന്നെ സുഖപ്പെടുത്തുവാനോ വിടുവിക്കുവാനോ സമാധാനം തരുവാനോ ആശ്വാസം തരുവാനോ സാധിക്കുകയില്ല. എന്റെ യേശുവേ, എന്റെ മേൽ കരുണവർഷിക്കണമേ, കരുണവർഷിക്കണമേ. ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി എന്നെ മാറ്റണമേ, എന്നെ മാറ്റണമേ. ആഗ്രഹിക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥിക്കുക. ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി എന്നെ മാറ്റണമേ, മാറ്റണമേ. വാർത്തകൾ പ്രാർത്ഥിക്കുക. എല്ലാവരും നമ്മൾ യേശു മാത്രമാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുക. എന്റെ യേശുവേ, എന്റെ യേശുവേ, ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി എന്നെ മാറ്റണമേ. ഈ ലോകത്തിന്റെ മുൻപിൽ ഒരു അനുഗ്രഹമാക്കി എന്നെ മാറ്റണമേ. പാപബന്ധനങ്ങൾ, പാപബന്ധനങ്ങൾ, ശാപബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ എന്നിൽ നിന്ന് വിട്ടുപോകട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ യേശുവേ, എന്നെ തൊടണമേ. രണ്ട് കൈ ഉയർത്തുക. ഇടി മുഴക്കം പോലെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ സ്തുതിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായതുപോലെ നമ്മൾ ഇവിടെ സ്തുതിക്കുമ്പോ, ഉച്ചത്തിൽ ആരാധിക്കുമ്പോ നമ്മുടെ അടിത്തറ കുലുങ്ങും. നമ്മളുള്ള ബന്ധങ്ങളെല്ലാം അഴിപ്പെടും, രോഗങ്ങൾ വിട്ടുപോകും, സാധാരണ വ്യക്തികൾ നിർവീര്യമാക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ശബ്ദമുയർത്തി രണ്ട് കൈ ഉയർത്തി ഉച്ചത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഞാൻ വിശ്വസിക്കുന്നു. അങ്ങാണ് എന്റെ ദൈവം, എന്റെ ദൈവം. ഈ ലോക സൃഷ്ടിയിൽ ഞാൻ ആശ്രയിക്കുകയില്ല. ലോകമോഹങ്ങളിൽ ഞാൻ ആസക്തിയെ ചേരില്ല. എന്റെ യേശുവിനെ വേണം, യേശുവിന്റെ കൃപ വേണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അതിനൊന്നും കഴിച്ചു പറയുക. ദൈവം നമ്മുടെ പാപങ്ങളെല്ലാം മോചിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായിരിക്കുകയാണ്. പാപമോചിതരായ വ്യക്തികളുടെ മേല് പരിശുദ്ധാത്മ ശക്തി നിറഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് മുഖേനല്ലാതെ യേശു ദൈവമാണെന്ന് പറയുവാൻ ആർക്ക് സാധിക്കും? യേശു പരിശുദ്ധനാണെന്ന് പറയുവാൻ ആർക്ക് സാധിക്കും? പ്രിയപ്പെട്ടവരെ, ആര് യേശു ദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്നുവോ, ആര് യേശുവിന് നന്ദി പറയുന്നുവോ, അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ ശക്തിയുണ്ട്. സാക്ഷ്യമുള്ള ജീവിതത്തിൽ യേശുവിന്റെ ശക്തിയുണ്ട്. തിരിച്ചറിയുക. നമ്മൾ സാക്ഷ്യമുള്ളവരാണോ? നമ്മൾ യേശുവിനെ ബോധപ്പെടുത്തുന്നവരാണോ? നമ്മൾ യേശു മാത്രം ദൈവമെന്ന് പ്രഖ്യാപിക്കുന്നവരാണോ? അതോ ഈ ലോകത്തിലെ വ്യക്തികളിലേക്കാണോ നമ്മൾ നോക്കുന്നത്? ഇന്ന വ്യക്തി സഹായിച്ചില്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നവരാണോ? അതോ യേശു എന്നെ സഹായിക്കും എന്ന് പറയുന്നവരാണോ? ദൈവത്തെ തിരിച്ചറിയുക. നമ്മളുടെ പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുക. ഉണ്ടാകണം. ഉണ്ടായില്ലെങ്കിൽ ഈ ലോകത്തില് ഏറ്റവും വേസ്റ്റ് ആയിരിക്കണം. യേശുവിന്റെ ആത്മാവില്ലാത്തവൻ ലോകത്തെ ഏറ്റവും ബന്ധപ്പെട്ടവനും വേസ്റ്റായി മാറും. എന്നാൽ ദൈവം പക്ഷത്തുണ്ടെങ്കിൽ ആരെ എനിക്ക് എതിർ നിൽക്കും? ഒരു ദുഃഖത്തിനോ, ഒരു ദുരിതത്തിനോ, ഒരു ലോകത്തിനോ, ഒരു വ്യക്തിക്കോ, ഒരു സമൂഹത്തിനോ ഒന്നിനും നമ്മെ തകർക്കാൻ സാധിക്കില്ല. ഇവിടെ ദൈവം, യേശു നമ്മുടെ പക്ഷത്തുണ്ട്. യേശു നമ്മുടെ പക്ഷത്തുണ്ട്. ആദ്യം അന്തിനും മരണത്തിൽ നിന്ന് ജയിച്ചവരുമായ യേശു നമ്മുടെ പക്ഷത്തുണ്ട്. പക്ഷത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവരെല്ലാവരും കൈകൾ ഉയർത്തുക. ഉച്ചത്തിൽ ഹല്ലേലൂയ വിളിക്കുക. ഹല്ലേലൂയ. സ്തുതി പറയട്ടെ. പോരാ സ്തുതിക്കട്ടെ. യേശുവിന്റെ കൂടെയുള്ളത് വിശ്വസിക്കുന്നവർ സ്തുതിക്കട്ടെ. ശബ്ദം പോരാ. എന്റെ യേശുവിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ.
നമ്മുടെ ജീവൻ യേശു തിരിച്ചെടുത്ത ഇവിടെ ഇതൊക്കെ വേസ്റ്റാണ്. ഇതെല്ലാം ആരെങ്കിലും ഉപയോഗിക്കും. പക്ഷേ ഇത് ദൈവബോധത്തിന് വേണ്ടി മാറ്റുന്നുവോ, നമ്മുടെ ജീവിതം ദൈവത്തിന്റെ കൃപയിൽ നിറയാൻ ആഗ്രഹിക്കുന്നുവോ, അവര് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരായി അവർക്ക് ഒന്നിനെ കുറവുണ്ടാകുകയില്ല. തിരിച്ചറിയുക. ഇങ്ങനെയുള്ള വ്യക്തിയാണോ നിങ്ങൾ? തിരിച്ചറിയുക. ഇന്ന് സമർപ്പണത്തിന്റെ ദിവസമാണ്. സ്വർഗം സന്തോഷിക്കുന്ന ദിവസമാണ്. തിരിച്ചറിയുക. എങ്ങനെയുള്ള വ്യക്തിയാണോ നിങ്ങൾ? ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശു മാത്രം പരിശുദ്ധൻ, യേശു മാത്രം ധനവാൻ, യേശു മാത്രം പരമോന്നതൻ. നമുക്ക് ഏറ്റു പറയാം. യേശു മാത്രം പരിശുദ്ധൻ, യേശു